ഡിയേഴ്സ്, ഒരു കാറിന്റെ മോഷനുമായി ബന്ധപ്പെട്ട് വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇവിടെ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെയുള്ള ആക്സിലറേഷൻ കണക്കാക്കാണ്, അല്ലെങ്കിൽ ത്വരണം കണ്ടുപിടിക്കാൻ. അപ്പൊ നമ്മൾ ത്വരണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. A is equal to V minus U divided by T. V എന്ന് പറയുന്നതിന്റെ അന്ത്യപ്രവേഗം അല്ലെങ്കിൽ ഫൈനൽ വെലോസിറ്റി ആണ്. U എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ആദ്യ പ്രവേഗം. T എന്ന് പറയുന്നത് ആ മോഷൻ എടുത്ത സമയമാണ്. സോ ഈ ഗ്രാഫിൽ നോക്കിയാൽ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. ഇതാണ് നമ്മുടെ കാറിന്റെ മോഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കാർ മോഷൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. സോ തുടക്കത്തിൽ അതിന്റെ വെലോസിറ്റി u ആണ്. u is equal to 0 ആണ് അല്ലെ. u is equal to 0 ആണ് തന്നിട്ടുണ്ട്. സോ ഇവിടെ വെച്ച് മോഷൻ അവസാനിക്കുമ്പോഴുള്ള വെലോസിറ്റി നോക്കിയേടാ v is equal to 20 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. t അതിലെടുത്ത സമയം എന്ന് പറയുന്നത് നോക്കിയേ 10 സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. ജസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടും 20 മൈനസ് 0 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 2 മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ. ഈ മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നത് ആക്സിലറേഷന്റെ യൂണിറ്റ് ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക.